ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ മലയാളിക്ക് പരിചയപ്പെടുത്തുകയാണ് ഈ പ്രോഗ്രാമിലൂടെ മുഖ്യമായും ചെയ്യുന്നത്. ഇന്ന് പരിശുദ്ധ പിതാവിൻ്റെ ഒരു സന്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. സഭ അടുത്ത കാലത്ത് വളരെ ഗൗരവപൂർവം കാണുന്ന കാര്യമാണ് കുട്ടികളെ, പ്രായപൂർത്തിയാകാത്തവരെ ചൂഷണം ചെയ്യുന്ന, ദുരുപയോഗം ചെയ്യുന്ന കാര്യം. അതിനുവേണ്ടി ഒരു കമ്മീഷനെ തന്നെ പരിശുദ്ധ പിതാവ് വത്തിക്കാനിൽ നിയമിച്ചായിരുന്നല്ലോ. ഒട്ടനവധി ചർച്ചകളും നിയമങ്ങളും എല്ലാം ലോകമെമ്പാടും അറിയിച്ചിട്ടുണ്ട്. ആ പൊന്റിഫിക്കൽ കമ്മീഷനിലെ അംഗങ്ങളോട് മാർപ്പാപ്പ പറഞ്ഞ ഒരു പ്രസംഗം അത് നമ്മൾ ഗൗരവമായി കാണേണ്ടതാണ്. പ്രായപൂർത്തിയാകാത്തവരുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ കമ്മീഷനെ നിയമിച്ചിരിക്കുന്നത്. അവരുടെ കമ്മീഷൻ മീറ്റിങ്ങിൽ അവർ മാർപ്പാപ്പയെ കണ്ടപ്പോഴാണ് ഈ സന്ദേശം പറഞ്ഞത്. ദുരുപയോഗം തടയുന്നതിനും സൗഖ്യം പകരുന്നതിനും സഭയിലെ ഓരോ അംഗത്തിനും ഉത്തരവാദിത്തമുണ്ട് എന്ന കാര്യമാണ് മാർപ്പാപ്പ ഈ സന്ദേശത്തിൽ പറഞ്ഞു വെച്ചത്. ദുരുപയോഗത്തിന് ഇരയാക്കപ്പെട്ടവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അംഗീകാരവും ശ്രദ്ധാപൂർവമായ കേൾവിയും ഉറപ്പാക്കുന്നതിനും സൗഖ്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പ്രക്രിയയിൽ സാമീപ്യം ഉറപ്പാക്കുന്നതിനുമുള്ള കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് മെത്രാൻ സമിതികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുവാൻ പ്രായപൂർത്തിയാകാത്തവരുടെ സംരക്ഷണത്തിനായുള്ള പൊന്തിപ്പിക്കൽ കമ്മീഷനിലെ അംഗങ്ങളോട് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുകയാണ് ചെയ്തത്. ഇങ്ങനെ ഇരയാക്കപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ കുടുംബങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാകണം. ശ്രദ്ധാപൂർവമായ കേൾവി അവർക്ക് ലഭിക്കണം. അതുപോലെ തന്നെ സൗഖ്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പ്രക്രിയ അതാണല്ലോ അവിടെ നടക്കേണ്ടത്. നിങ്ങളുടെ സാമീപ്യം ഉറപ്പാക്കണം. അതിനുവേണ്ട കേന്ദ്രങ്ങൾ സ്ഥാപിക്കണം. അതിന് എല്ലാ സ്ഥലത്തുമുള്ള മെത്രാൻ സമിതികളുമായി യോജിച്ച് പ്രവർത്തിക്കാൻ പ്രത്യേകിച്ച് ഈ കമ്മീഷന് സാധിക്കണം. അതാണ് മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുന്നത്. നമുക്ക് ആ സന്ദേശത്തിലേക്ക് വരാം. അവരെ അഭിസംബോധന ചെയ്തു. പ്രിയ സഹോദരി സഹോദരന്മാരെ, സ്വാഗതം, ശുഭദിനം ആശംസിക്കുന്നു. നിങ്ങളുടെ പ്ലീനറി സമ്മേളനത്തിൻ്റെ സമാപനത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുവാൻ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ആമുഖമായി പറഞ്ഞ നല്ല വാക്കുകൾക്ക് കർദിനാൾ ഒ മല്ലിയോട് എനിക്ക് ഏറെ നന്ദിയുമുണ്ട്. അതിൻ്റെ ചെയർമാനാണ്. കുട്ടികൾക്ക് സുരക്ഷ ഒരുക്കുന്നതിനുള്ള സംരംഭങ്ങളോട് നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിലും വിശ്വാസികളോടുള്ള ശുശ്രൂഷയിലും നിങ്ങൾ കാണിക്കുന്ന പ്രതിജ്ഞാബദ്ധതയ്ക്കും ഏറെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇന്ന് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മൂലം സഭയിൽ പ്രായപൂർത്തിയാകാത്തവരുടെയും ദുർബലരായവരുടെയും ജീവിതം കൂടുതൽ സുരക്ഷിതമായിട്ടുണ്ട്. ഈ കമ്മീഷനെ നിയമിച്ചതിന് ശേഷമുള്ള നടപടികളിലൂടെ കൂടുതൽ നിയമങ്ങളും വാണിങ്ങും ഒക്കെ നൽകിയതിൻ്റെ ഫലമായി നമുക്ക് ഒത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. കുഞ്ഞുങ്ങളുടെ ജീവിതം കുറേ കൂടെ സുരക്ഷിതമായിട്ടുണ്ട്. എല്ലാ തടസ്സങ്ങളും ഉണ്ടായിട്ടും ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഈ കർദിനാൾ ഒ മല്ലി കാണിക്കുന്ന നിശ്ചയദാർഢ്യത്തിനും എനിക്ക് പ്രത്യേകം കൃതജ്ഞതയുണ്ട്. എല്ലാവർക്കും നന്ദി എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അത് കഴിഞ്ഞ് തുടങ്ങിയ വളരെ സൂക്ഷിച്ച് നടപ്പാക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ് നിങ്ങളിൽ അർപ്പിതമായിരിക്കുന്നത്. സഭ കുട്ടികൾക്ക് ഒരു സുരക്ഷിത താവളവും സൗഖ്യത്തിൻ്റെ ഇടവും ആകുന്നതിന് മാത്രമല്ല, അവരുടെ അവകാശങ്ങൾ ലോകത്താകെ സംരക്ഷിക്കപ്പെടുന്നതിന് പൂർണ്ണമായും വിശ്വാസ്യമാകുന്നതിനും കമ്മീഷൻ്റെ നിസ്തന്ത്രമായ ശ്രദ്ധ ഉണ്ടാകണമെന്ന് പാപ്പ പറയുകയാണ്. കുട്ടികളുടെ അന്തസ്സ് വലിയ ഭീഷണി നേരിടുന്ന സാഹചര്യങ്ങൾ ഇപ്പോഴും പലയിടത്തും നിലനിൽക്കുന്നുണ്ട്. ഇത് എല്ലാ വിശ്വാസികളുടെയും മാത്രമല്ല എല്ലാ സുമനസ്സുകളായവരുടെയും വിഷയത്തിൻ്റെ
സ്രോതസ്സാകണമെന്നാണ് മാർപ്പാപ്പ പറയുന്നത്. എല്ലാവരുടെയും പലപ്പോഴും ദുരുപയോഗം എന്ന സത്യവും, ദുരുപയോഗം നടക്കുന്നു, കുട്ടികളുടെ ജീവിതത്തിൽ അതുണ്ടാക്കുന്ന വിനാശകരവും ദീർഘിപ്പിക്കുന്നതുമായ പ്രത്യാഘാതങ്ങളും ഇതേക്കുറിച്ച് തിരിച്ചറിവോടും സ്നേഹത്തോടും കൂടിയുള്ള പ്രവർത്തനങ്ങൾക്കിടയിലും ബാക്കിയാകുന്നു എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ചെറുപ്പത്തിൽ കുഞ്ഞുങ്ങൾ ലൈംഗികമായി ദുരുപയോഗിക്കപ്പെട്ടാൽ അത് ജീവിതകാലം മുഴുവൻ അവരെ സ്വാധീനിക്കുന്നുണ്ട്, അവരുടെ ജീവിതത്തെ താളം തെറ്റിക്കുന്നുണ്ട് എന്നത് ഇന്ന് ശാസ്ത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. അപ്പം വളരെ പ്രത്യാശയോടെ നമ്മൾ പ്രവർത്തിച്ചാലേ കാര്യങ്ങൾ നേരെയാവുകയുള്ളൂ. കുരിശിലേക്കും കുരിശിനപ്പുറത്തേക്കും കടന്ന ക്രിസ്തുവിലുള്ള പ്രത്യാശ, ഉത്തിതനായ ഈശോ അവിടുത്തെ മഹത്വപൂർണമായ ശരീരത്തിൽ അവിടുത്തെ കുരിശാരോഹണത്തിൻ്റെ അടയാളങ്ങൾ സംവഹിക്കുന്നു എന്ന് പറയുകയാണ് മാർപ്പാപ്പ. ക്രൂശിതനായ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് നിൽക്കുമ്പോഴും ആ കുരിശിൻ്റെ, ആ ക്രൂശാരോഹണത്തിൻ്റെ അടയാളങ്ങൾ വഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ആ ക്ഷതങ്ങൾ അവിടുത്തെ ശരീരത്തിൽ ഉണ്ടല്ലോ, എപ്പോഴും സംവഹിക്കുന്നു. അതാണ് പ്രധാനം. ദൈവം നമ്മെ രക്ഷിച്ചത് നമ്മുടെ സഹനങ്ങളെ വിട്ടുകളഞ്ഞുകൊണ്ടല്ല, മാർപ്പാപ്പ പറയുകയാണ്. പിന്നെയോ സഹനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടും അവിടുത്തെ സ്നേഹത്തിൻ്റെ ശക്തിയാൽ അവയെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടുമാണെന്നാണ് ഈ മുറിവുകൾ നമ്മോട് പറയുന്നത്. കർത്താവിൻ്റെ മുറിവുകൾ നമ്മോട് പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സൗഖ്യദായക ശക്തി ഒരിക്കലും നിരാശപ്പെടുത്തില്ല. പുതിയ ജീവൻ തരുമെന്ന ദൈവിക വാഗ്ദാനം ഒരിക്കലും പരാജയപ്പെടില്ല. ഉത്തിതനായ ഈശോയിൽ നമുക്ക് വിശ്വാസമുണ്ടാകട്ടെ. ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും പീഡിതരായവർക്കും കൊടുക്കാനുള്ള വലിയ ആശ്വാസത്തിൻ്റെ വാക്ക്. അവിടുത്തെ ഉത്തിത ശരീരത്തിലെ മുറിവുകളിൽ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം എന്നതാണ്. ഒരു വിധത്തിലുമുള്ള ദുരുപയോഗവും അംഗീകരിക്കാനാവില്ല. മാർപ്പാപ്പ ഇക്കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റാണ്. അത് വൈദികരുടെ ഭാഗത്തു നിന്ന് വരട്ടെ, ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വരട്ടെ, ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. കുട്ടികൾക്കെതിരായ ലൈംഗിക ദുരുപയോഗം ഏറെ ഗുരുതരമാണ്. കാരണം പുഷ്പിക്കാൻ തുടങ്ങുന്ന ഒരു ജീവിതത്തിന് നേരെയുള്ള കുറ്റമാണത്. വളരുന്നതിന് പകരം ദുരുപയോഗത്തിന് വിധേയനായവൻ കഠിനമായി മുറിവേൽപ്പിക്കപ്പെടുകയാണ്. പലപ്പോഴും നിത്യമായി തന്നെ മുറിവേൽപ്പിക്കപ്പെടുന്നു. മാർപ്പാപ്പയുടെ വാക്കുകൾ ശക്തമാണ്. നോക്കുക, ദുരുപയോഗത്തിന് വിധേയനായ ഒരു മകൻ്റെ അപ്പൻ അയച്ച കത്ത് അടുത്ത കാലത്ത് തനിക്ക് കിട്ടിയെന്ന് മാർപ്പാപ്പ പറഞ്ഞു. അക്കാരണം കൊണ്ട് വളരെ കാലത്തേക്ക് അവന് സ്വന്തം മുറി വിട്ട് പുറത്തിറങ്ങാൻ പോലും സാധ്യമല്ലായിരുന്നു. ദുരുപയോഗത്തിൻ്റെ മുറിവുകൾ അവനിലും അവൻ്റെ കുടുംബത്തിലും അത്ര ആഴത്തിൽ പതിഞ്ഞതായിരുന്നു. ദുരുപയോഗത്തിന് വിധേയരായവർ ചിലപ്പോൾ ജീവനും മരണത്തിനുമിടയിൽ കുടുങ്ങിപ്പോയതായി കരുതി പോകാറുണ്ട്. അതാണൊരു പ്രശ്നം. ഇതെല്ലാം പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്, നമുക്ക് മാറ്റാനാവാത്തവയുമാണ് എന്ന് പരിശുദ്ധ പിതാവ് പറയുന്നു. അതിജീവിതരുടെ, ഇതിനെ അതിജീവിച്ച ആളുകൾ, അവരുടെ സാക്ഷ്യങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള, അതായത് സഭയിലുള്ള ഉണങ്ങാത്ത മുറിവിൻ്റെ വിവരണങ്ങളാണ്. ഈ മുറിവുകൾ ലോകം അറിയുവാൻ, അവ സഹിക്കുന്നവരെ തേടി കണ്ടെത്തുവാൻ, അവരിൽ നമ്മുടെ സഹിക്കുന്ന രക്ഷകൻ്റെ സാക്ഷികളെ കാണുവാൻ എല്ലാ ജാഗ്രതയോടെയും ധീരമായും പ്രവർത്തിക്കാൻ മാർപ്പാപ്പ ഈ കമ്മീഷൻ അംഗങ്ങളോട് ആവശ്യപ്പെട്ടു. കാരണം സഹനദാസനായ അവിടുത്തെ അനുസരിച്ചാണ് സഭ ഉത്തിതനായ കർത്താവിനെ തിരിച്ചറിയുന്നത്. സഹനദാസനായ അവിടുത്തെ പിൻചെല്ലുന്നതിനനുസരിച്ച് നമ്മൾ ഉത്തിതനെ കണ്ടെത്തും. ഇതാണ് നാം എല്ലാവരും, മെത്രാന്മാരും സന്യാസ സഭാ സുപ്പീരിയർമാരും വൈദികരും ഡീക്കന്മാരും സമർപ്പിതരും ഉപദേശികളും അൽമായരും എല്ലാം നടക്കേണ്ട പാത. ദുരുപയോഗങ്ങൾ തടയുന്നതിനും നീതിക്കും സൗഖ്യത്തിനുമായി പ്രവർത്തിക്കുന്നതിനും ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ സഭയിലെ ഓരോ അംഗവും
അവരുടെ പ്രത്യേക ജീവിതാവസ്ഥ അനുസരിച്ച് ചുമതലപ്പെട്ടിരിക്കുന്നു എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി. ഇനി നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർദിനാൾ സൂചിപ്പിച്ചതുപോലെ ഓ മല്ലി സുവിശേഷം പ്രസംഗിക്കുന്ന എന്ന അപ്പസ്തോലിക കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ ഞാൻ ഈ കമ്മീഷനെ റോമൻ കൂരിയായുടെ ഭാഗമാക്കി. വിശ്വാസ തിരുസംഘത്തിൻ്റെ ഭാഗമാണിത്. അത് വിശ്വാസ തിരുസംഘവുമായി ബന്ധിപ്പിച്ചാണ് ഈ കമ്മീഷനെ പരിശുദ്ധ പിതാവ് നിയമിച്ചിരിക്കുന്നത്. ഇത് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സമുണ്ടാക്കിയേക്കാം എന്ന് ചിന്തിക്കുന്നവർ ഉണ്ടാകാം. ഇങ്ങനെ ബന്ധിപ്പിച്ച് അപ്പോൾ ഞങ്ങളുടെ സ്വാതന്ത്ര്യം പോകുമോ എന്ന് ചിന്തിക്കാം. നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൻ്റെ പ്രാധാന്യം ഇല്ലാതാക്കിയേക്കാം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചേക്കാം. അപ്പം മാർപ്പാപ്പ പറയുക, അതല്ല എൻ്റെ ലക്ഷ്യം, നിങ്ങളുടെ ആഗ്രഹവും അതല്ല. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങളെ മറ്റേ കമ്മീഷനുമായി കോൺഗ്രിഗേഷനുമായി ബന്ധിപ്പിച്ചത് കൊണ്ട് നിങ്ങൾ നഷ്ടധൈര്യരാകരുത്. വൈദികരുടെ ലൈംഗിക ദുരുപയോഗ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കാര്യാലയത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രായപൂർത്തിയാകാത്തവരുടെ സംരക്ഷണത്തിനായുള്ള കമ്മീഷനെ മാറ്റിയിരിക്കുന്നത്. എങ്കിലും നിങ്ങളുടെ നേതൃത്വവും ഉദ്യോഗസ്ഥരും വ്യത്യസ്തരാണ്. നിങ്ങളുടെ പ്രസിഡൻ്റ് ഡെലിഗേറ്റ് വഴി നിങ്ങൾക്ക് എന്നോട് നേരിട്ട് സംവാദം നടത്താനാകും. പരിശുദ്ധ പിതാവ് ഇത് വളരെ ഗൗരവമായിട്ടാണ് എടുത്തിരിക്കുന്നത്. എപ്പോഴും വലയം വെച്ചുകൊണ്ടിരിക്കുന്ന എന്നാൽ സംഘടനാ സംവിധാനവുമായി ബന്ധമില്ലാത്ത ഒരു ഉപഗ്രഹ കമ്മീഷനെ സ്ഥാപിക്കുവാൻ സാധിക്കാത്തത് കൊണ്ടാണ് നിങ്ങളെ അതിൻ്റെ ഭാഗമാക്കിയത്. മാർപ്പാപ്പ നേരിട്ട് നിയമിക്കുന്ന ഒരു പ്രസിഡൻറ്റുമായി അത് അവിടെ ഉണ്ടാവും. അതിജീവിതരെ സൗഖ്യപ്പെടുത്തുന്നതിനും നീതിയും തടയലും പരസ്പര പൂരകങ്ങളാണ് എന്ന് തിരിച്ചറിവോടെ പ്രായപൂർത്തിയാകാത്തവരുടെയും ബലഹീനരുടെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി അതിജീവിതരെ സൗഖ്യത്തിന് സഹായിക്കുന്നതിനും സഭയെ പ്രാപ്തമാക്കുന്നതിനുള്ള കൂടുതൽ മികച്ച രീതികൾ മുന്നോട്ട് വയ്ക്കുവാൻ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒന്നിപ്പിച്ചെങ്കിലും ഇതിനെ കൂടുതൽ നന്നായി കൊണ്ടുപോകുന്നതിനുള്ള നിർദ്ദേശങ്ങൾ വയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ഈ കമ്മീഷന് നൽകിയിട്ടുണ്ട്. ആഗോള സഭയിലാകെ നടപ്പാക്കാവുന്ന നടപടിക്രമങ്ങളുടെയും രീതികളുടെയും ദീർഘവീക്ഷണത്തോടും മികച്ചതുമായ കാഴ്ചപ്പാടുകൾ നിങ്ങൾ സഭയ്ക്ക് നൽകണം, എനിക്ക് നൽകണമെന്നും മാർപ്പാപ്പ അവരോട് പറയുകയാണ്. ഇക്കാര്യത്തിൽ വളരെ സുപ്രധാനമായ വിത്തുകൾ വിതയ്ക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ തുടക്കം നന്നായിട്ട് പോയിട്ടുണ്ട് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. എങ്കിലും ഇനിയും ഏറെ ചെയ്യാനുണ്ട്. അപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പുതിയ തുടക്കമാണ്. ഇപ്പോൾ ഇതുണ്ടാക്കിയിരിക്കുന്ന നിയമം, നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഒരു തുടക്കമാണ്. ഞാൻ നിങ്ങളെ കൂരിയായുടെ സംഘടനാ ചാർട്ടിൽ ഒരു കാര്യാലയത്തിൽ ഉൾപ്പെടുത്തി. പക്ഷേ മാർപ്പാപ്പ നേരിട്ട് നിയമിക്കുന്ന ഒരു പ്രസിഡൻ്റുള്ള നിങ്ങൾ സ്വതന്ത്രരായിരിക്കും എന്ന് അവരോട് പറഞ്ഞു. ദുരുപയോഗത്തിന് വിധേയരാക്കപ്പെട്ടവർക്ക് സംരക്ഷണവും കരുതലും സഭാജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഉറപ്പാക്കത്തക്ക വിധം നിങ്ങളുടെ കർമ്മമേഖല നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. വിശ്വാസ തിരുസംഘത്തോടും മറ്റ് കാര്യാലയങ്ങളോടും സഹകരിച്ചുള്ള നിങ്ങളുടെ പ്രവർത്തനത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ സമ്പന്നമാക്കണം. അതുപോലെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂരിയായെയും പ്രാദേശിക സഭകളെയും കൂടുതൽ സമ്പന്നമാക്കാനും ഇടയാകണം. ഇത് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ വഴികൾ കണ്ടെത്തുന്നതിനുള്ള നിശ്ചയദാർഢ്യം കമ്മീഷനും കാര്യാലയത്തിനും കാര്യാലയങ്ങൾക്കും ഞാൻ വിട്ടുതരുന്നു. അപ്പോൾ എല്ലാവരും സഭയിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ തിന്മയ്ക്കെതിരെ പടപൊരുതാനാണ് മാർപ്പാപ്പ ആഗ്രഹിക്കുന്നത്. ഏറ്റവും ദുർബലരായവരോടുള്ള പ്രത്യേക പരിഗണന ഉറപ്പാക്കിക്കൊണ്ട് ഓരോ മനുഷ്യ വ്യക്തിയുടെയും ആന്തരിക മഹത്വത്തിലാണ് ഈ ഉത്തരവാദിത്വത്തിൻ്റെ അടിത്തറ ഇട്ടിരിക്കുന്നത്. സാർവത്രിക സഭയുടെ തലത്തിലും പ്രാദേശിക സഭകളുടെ തലത്തിലും നടക്കുന്ന സംരംഭങ്ങൾ അവയുടെ അധികാരത്തിന് ചേർന്ന വിധത്തിൽ സുരക്ഷയ്ക്കും സൗഖ്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പദ്ധതികളാണ് നടപ്പാക്കേണ്ടത് എന്ന്
ഈ കമ്മീഷൻ അംഗങ്ങളോട് മാർപ്പാപ്പ ശക്തമായി പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പം തുടക്കം കുറിച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ നല്ല ഫലം പുറപ്പെടുവിച്ച് തുടങ്ങിയിട്ടുണ്ടെന്നും മാർപ്പാപ്പ പ്രത്യാശിക്കുകയാണ്. ഡേറ്റായും വിശ്വാസ്യമായ സ്രോതസ്സുകളും ലഭ്യമായിട്ടുള്ള ഇടങ്ങളിലെല്ലാം വൈദികർ പ്രായപൂർത്തിയാകാത്തവരെ ദുരുപയോഗം ചെയ്യുന്ന സംഭവങ്ങളുടെ എണ്ണം നന്നായി കുറയ്ക്കാൻ അത് സാധിച്ചിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്തവരുടെയും ദുർബലരായ മുതിർന്നവരുടെയും സംരക്ഷണത്തിനായി സഭ കൈക്കൊണ്ട നടപടികളുടെ ഒരു വാർഷിക റിപ്പോർട്ട് തയ്യാറാക്കി എനിക്ക് തരണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. തുടക്കത്തിൽ അത് ഇത്തിരി ക്ലേശകരമാവും. എന്നാൽ ഇപ്പോൾ നടക്കുന്നവയുടെയും അധികാരികൾ ശരിയായ നടപടികൾ എടുക്കുന്നതിനായി വരുത്തേണ്ട മാറ്റങ്ങളുടെയും വിശ്വാസ്യമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിടത്തെല്ലാം തുടക്കം കുറിക്കുവാൻ ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുകയാണ്. ഈ റിപ്പോർട്ട് ഈ ദിശയിൽ നാം കൈവരിച്ച പുരോഗതിയുടെ കൃത്യമായ ഒരു ഓഡിറ്റ് ആവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സുതാര്യതയുടെയും കണക്ക് പറയലിൻ്റെയും ഒന്നാവണം ആ പുരോഗതി. ഇല്ലെങ്കിൽ വിശ്വാസികൾക്ക് തങ്ങളുടെ ഇടയന്മാരിലുള്ള വിശ്വാസം ചോർന്നുകൊണ്ടിരിക്കും. സുവിശേഷത്തിൻ്റെ പ്രഘോഷണവും സാക്ഷ്യവും കൂടുതൽ ക്ലേശകരമാവുകയും ചെയ്യും. നമ്മുടെ സുവിശേഷ പ്രഘോഷണവും നമ്മുടെ സാക്ഷ്യവും അർത്ഥവത്താകണമെങ്കിൽ നാം വളരെ കർശനമായ നിലയിൽ മുന്നോട്ട് പോകണമെന്നതാണ് മാർപ്പാപ്പ ആഗ്രഹിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കമ്മീഷൻ നിർവഹിക്കേണ്ട ചില അടിയന്തര കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് മാർപ്പാപ്പ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും ദുരുപയോഗത്തിന് വിധേയരായ വ്യക്തികളുടെ അജപാലന ശുശ്രൂഷയും ക്ഷേമവും സംബന്ധിച്ച കാര്യങ്ങളിൽ കമ്മീഷൻ അതിൻ്റെ തുടക്കം മുതൽ ഇരകൾക്കും അതിജീവിതർക്കും അവരെ കേൾക്കാനും കണ്ടുമുട്ടാനും ഉള്ള അവസരങ്ങൾ പ്രദാനം ചെയ്യണം എന്നതാണ് പ്രധാനം. അത് നിങ്ങൾ ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നതിനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നും മാർപ്പാപ്പ പറയുകയാണ്. തങ്ങളുടെ യാതനാനിർഭരമായ അനുഭവങ്ങളോടെ എൻ്റെ പക്കലേക്ക് തിരിഞ്ഞവരെ സഹായിക്കുവാനുള്ള എൻ്റെ അജപാലന ദൗത്യ നിർവഹണത്തിൽ നിങ്ങൾ വലിയ സഹായമായിട്ടുണ്ട് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അതുകൊണ്ട് മെത്രാൻ സമിതികളെയും സഹായിക്കുവാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. എനിക്ക് നിങ്ങൾ സഹായം ചെയ്യുന്നത് പോലെ ലോകത്തുള്ള എല്ലാ മെത്രാൻ സമിതികൾക്കും നിങ്ങൾ സഹായം ചെയ്ത് കൊടുക്കണം. മെത്രാൻ സമിതികളുമായി സംവദിക്കണം, അവരെ സഹായിക്കണം. ഞാൻ എഴുതിയ മോത്തു പ്രോപ്രിയോ നിർദ്ദേശിക്കുന്നത് പോലെ ദുരുപയോഗത്തിനിരയായവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അംഗീകാരവും ശ്രദ്ധാപൂർവമായ കേൾവിയും ഉറപ്പാക്കുന്നതും സൗഖ്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പ്രക്രിയയിൽ സാമീപ്യവും ഉറപ്പാക്കുന്ന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സഭയുടെ സിനഡൽ സ്വഭാവത്തിൻ്റെയും കൂട്ടായ്മയുടെയും ശ്രേണീബദ്ധതയുടെയും പ്രകടനമാവും ഈ പ്രവർത്തനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 3 വർഷം മുമ്പ് മെത്രാൻ സമിതികളുടെ അധ്യക്ഷനുമായി നാം നടത്തിയ സമ്മേളനം ഓർമ്മിക്കുക. ദുരുപയോഗത്തിന് വിധേയരായവരെ കരുതുന്നതിനും നിങ്ങൾക്കുള്ള എല്ലാ രീതികളും വഴി ദുരുപയോഗം നടത്തിയവരെ ശിക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള നടപടികൾ പ്രായോഗികമാക്കുന്നതിനുള്ള പ്രക്രിയയ്ക്കായുള്ള കമ്മീഷനുകളും മാർഗങ്ങളും സ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങളിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്കതിൽ മേൽനോട്ടം വഹിക്കാവുന്നതാണ്. അത് ചെയ്യാൻ ഞാൻ നിങ്ങളോട് ഹൃദയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ദയവായി നിങ്ങളത് ചെയ്യുക, മാർപ്പാപ്പ ഈ കമ്മീഷൻ അംഗങ്ങളോട് പറഞ്ഞു. പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തിന് ഹൃദയംഗമമായി നന്ദി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ പ്രാർത്ഥന യാചിക്കുന്നു. കാരണം ഈ ദൗത്യം അത്ര എളുപ്പമല്ല. തീർച്ചയായും നിങ്ങൾക്ക് നന്ദി. ദൈവം അവിടുത്തെ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി നിങ്ങളിൽ വർഷിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് മാർപ്പാപ്പ തൻ്റെ ഈ സന്ദേശം ഉപസംഹരിച്ചത്. എത്ര ഗൗരവപൂർണമാണ് ഈ കുഞ്ഞുങ്ങളെ ദുരുപയോഗിക്കുന്നതിനെ സഭ ഇന്ന് കാണുന്നത് എന്നത് പ്രധാനമാണ്. നമുക്കെല്ലാം ജാഗ്രതയുണ്ടാകട്ടെ. മാർപ്പാപ്പയുടെ മറ്റൊരു സന്ദേശവുമായി തുടർന്ന് കാണുവാനിടയാകട്ടെ.
കൂടുതൽ നീതിയും കൂടുതൽ സ്നേഹവും കൂടുതൽ വിശുദ്ധിയുമുള്ള ഒരു ലോകം നമ്മുടെ മുമ്പിൽ തുറന്ന് വരട്ടെ.